ഹായ് ഓൾ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാൻ പറയണത് ഡയപ്പർ റാഷിനെ കുറിച്ചാണ് കേട്ടോ. ഡയപ്പർ റാഷ് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം, നമുക്കത് വന്നു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള റാഷസ് ക്രീമാണ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ആദ്യം തന്നെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നോക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കിൻ ടൈപ്സ് ഡിഫറെൻ്റ് ആണല്ലേ. ഹൈപ്പർ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകളുണ്ട്, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകളുണ്ട്. അപ്പോൾ അവർക്ക് കംഫർട്ടബിളും ക്വാളിറ്റിയിലുള്ള ഡയപ്പേഴ്സ് ധരിപ്പിക്കാൻ ആദ്യം ശ്രദ്ധിക്കണം. നിങ്ങൾ ആദ്യം തന്നെ കുഞ്ഞുങ്ങൾക്ക് ഒരു ട്രയൽ നടത്തി നോക്കൂ. ആദ്യം തന്നെ ഒരു ഡയപ്പർ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡയപ്പർ വാങ്ങി അവർ ധരിപ്പിച്ച് നോക്കുക. ക്വാളിറ്റിയുള്ള ഡയപ്പർ ആണെങ്കിൽ അത്രയും നല്ലത്. അതിനുശേഷം അവർക്ക് കംഫർട്ടബിൾ ആണോ, ഇച്ചിങ്ങൊന്നും ഇല്ലെങ്കിൽ അത് തന്നെ ധരിപ്പിക്കുക. ഇൻ കേസ് അത് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഡയപ്പർ വാങ്ങിക്കുക, അതിട്ട് നോക്കുക. അത് ഓക്കെ ആണെങ്കിൽ അത് മതി. അങ്ങനെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡയപ്പറാണ് നല്ലതെന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തി അവരെ ധരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലോത്ത് ഡയപ്പേഴ്സ് യൂസ് ചെയ്യുക. അത് നമുക്ക് റീയൂസബിൾ ആണ്, വാഷബിൾ ആണ്. നിങ്ങൾക്ക് എന്തുകൊണ്ടും ഡിസ്പോസിബിൾ ഡയപ്പേഴ്സിനേക്കാളും നല്ലത് റീയൂസബിൾ ഡയപ്പേഴ്സ് തന്നെയാണ് കേട്ടോ. വൈപ്സിൻ്റെ ഓവർ യൂസേജും റാഷസ് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. വെറ്റ് വൈപ്സ് ആണെങ്കിൽ പോലും നമ്മൾ സോഫ്റ്റ് ആയിട്ട് തന്നെ വൈപ്പ് ചെയ്തെടുക്കണം. ഹാർഡായിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്കിന്ന് ഇറിറ്റേറ്റ് ആയിട്ട് അവിടെ റാഷസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഡയപ്പറും വൈപ്സിൻ്റെ യൂസേജും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് റാഷസ് തടയാൻ കഴിയും കേട്ടോ. നമ്മൾ റാഷസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതാണ് പീഡിയാട്രിഷനെ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കൺസൾട്ട് ചെയ്തിട്ട് അവർ സജസ്റ്റ് ചെയ്യുന്ന ക്രീം നമുക്ക് ഉപയോഗിക്കാം. അത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല, നല്ല എഫക്റ്റീവായിട്ട് പെട്ടെന്ന് തന്നെ ക്യൂർ ആവും. മാർക്കറ്റിൽ നമുക്ക് ഒരുപാട് റാഷസ് ക്രീം അവൈലബിൾ ആണ്. ചില ഡോക്ടേഴ്സ് പറയും അതാണെങ്കിലും യൂസ് ചെയ്താൽ മതിയെന്ന്. ലൈക്ക് ഹിമാലയ, സെബാമെഡ് അങ്ങനെയുള്ള റാഷസ് ക്രീം യൂസ് ചെയ്താൽ മതിയെന്ന് അവർ പറയുന്നത്. എപ്പോഴും നിങ്ങൾ റാഷസ് ക്രീം യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സിങ്ക് അടങ്ങിയിട്ടുള്ള റാഷ് ക്രീം യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അത് സ്കിന്നിന് പ്രൊട്ടക്ഷൻ നൽകി പെട്ടെന്ന് തന്നെ റാഷസ് ക്യൂർ ആവാൻ സഹായിക്കും. ചില ഇതിൽ സിങ്ക് ഉണ്ടാവില്ല, പക്ഷേ ടൈറ്റാനിയം ഓക്സൈഡ് ഉണ്ടാവും, അതും നല്ലതാണ്. ഇപ്പം ഞാൻ എൻ്റെ മോൾക്ക് റാഷസ് വന്നപ്പോഴത്തേക്കും 2 തരത്തിലുള്ള ക്രീമുകൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ക്രീമുകൾ യൂസ് ചെയ്ത് നോക്കി കേട്ടോ. ഒന്ന് ഹിമാലയും ഒന്ന് സെബാമെഡും ആണ് യൂസ് ചെയ്ത് നോക്കിയത്. ആദ്യം ഞാൻ ഹിമാലയാണ് യൂസ് ചെയ്തത്, പക്ഷേ എനിക്ക് അത്രമേൽ അങ്ങോട്ട് അതിന് റിസൾട്ട് കിട്ടിയില്ല. അതിനുശേഷം ഞാൻ സെബാമെഡ് യൂസ് ചെയ്ത് നോക്കൂ. വിത്തിൻ 12 hours അല്ലെങ്കിൽ 24 hours എനിക്ക് ആ ഒരു മാറ്റം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു കേട്ടോ. കാരണം സെബാമെഡിലുള്ളത് ടൈറ്റാനിയം ഓക്സൈഡ് ആണ്. ചില റാഷസ് ക്രീമിൽ സിങ്ക് ഉണ്ടാവണമെന്നില്ല. ടൈറ്റാനിയം ഓക്സൈഡും സെയിം ആയിട്ടുള്ള ഫങ്ഷൻ തന്നെയാണ് ചെയ്യണത്. സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ അത് ക്യൂർ ആക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഹിമാലയനേക്കാളും ബെസ്റ്റ് സെബാമെഡാണ് കേട്ടോ. സെബാമെഡിൽ ടൈറ്റാനിയം ഓക്സൈഡ് ഉള്ളത് കൊണ്ട് തന്നെ ക്യൂറബിൾ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഡോക്ടേഴ്സ് പറയുമ്പോഴത്തേക്കും നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് സെബാമെഡിന് കൊടുക്കുക. അത് പെട്ടെന്ന് തന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കംഫർട്ടബിൾ, അതായത് പെട്ടെന്ന് തന്നെ ഒരു ക്യൂറബിൾ ആയിട്ടുള്ളൊരു റിസൾട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ പീഡിയാട്രിഷനെ കൺസൾട്ട് ചെയ്ത് അവർ തരുന്ന ക്രീം യൂസ് ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ക്രീമാണ് വാങ്ങിക്കുന്നതെന്നുണ്ടെങ്കിൽ സെബാമെഡ് വാങ്ങിക്കുക. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്തത്. ഞാൻ ഫോഴ്സ്ഫുള്ളി അത് തന്നെ വാങ്ങിക്കണം എന്ന് ഞാൻ പറയുന്നതല്ല. ഞാൻ യൂസ് ചെയ്ത് നോക്കിയതിൽ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയതാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒന്നില്ലെങ്കിൽ സിങ്ക് അടങ്ങിയിട്ടുള്ള റാഷസ് ക്രീം യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ പീഡിയാട്രിഷ്യനെ കൺസൾട്ട് ചെയ്യുക. അതും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ റാഷ് ക്രീമാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ സെബാമെഡ് വാങ്ങിക്കുക കേട്ടോ. താങ്ക് യു.